പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് തന്നെയാണ് നമ്മൾ പോകുന്നത്. തൃശൂർ പോട്ട ബാങ്ക് കവർച്ചാ കേസിലെ പ്രതി പിടിയിലായത് ചാലക്കുടി ആശാരിക്കാട് സ്വദേശി റിജോ ആന്റണി. പ്രതി കുറ്റം സംബന്ധിച്ച് MS ലിഷോയ് വിവരങ്ങളുമായി ചേരുകയാണ്. ഈ സ്ക്രീനിൽ നമ്മൾ കാണുന്നത് പ്രതിയുടെ ചിത്രമാണ്. കഴിഞ്ഞ ദിവസം മുഴുവനും കവർ ചെയ്ത വസ്ത്രം ധരിച്ച് ഹെൽമറ്റ് ധരിച്ച് ഒക്കെയാണ് പ്രതി അവിടെ എത്തിയിരുന്നത്. ആ CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് നടന്ന അന്വേഷണത്തിനൊടുവിൽ 36 മണിക്കൂറിന് ശേഷം പ്രതിയെ കണ്ടെത്തിയിരിക്കുകയാണ് കേരള പോലീസ്. MS ലിഷോയ് വിവരങ്ങളുമായിട്ട്. ലിഷോയ്, ഈ പ്രതിയെ എവിടെ നിന്നാണ് കണ്ടെത്തിയത്? ഇയാളുടെ വിവരങ്ങൾ റിജോ ഫ്രാൻസിസ് ആണ് എന്ന് അറിയുന്നു. എന്തായിരുന്നു ഇയാളുടെ ലക്ഷ്യം? മറ്റു വിവരങ്ങൾ? പ്രതിയെ പിടികൂടിയത് പ്രതിയുടെ വീട്ടിൽ നിന്ന് തന്നെയാണ്. ഒരു ആഡംബര ജീവിതം നയിക്കുന്ന വ്യക്തിയായിരുന്നു റിജോ ആന്റണി എന്ന് പറയുന്ന വ്യക്തി. ഇയാളുടെ ഭാര്യ വിദേശത്താണ്. വിദേശത്തു നിന്നും ഭാര്യ പലപ്പോഴായി അയച്ചു കൊടുക്കുന്ന പണം ഇയാൾ സുഹൃത്തുക്കൾക്കൊപ്പം ഇയാൾ ദൂർത്തടിക്കുകയാണ് ചെയ്തത്. അതേ തുടർന്ന് ഈ പണം ഒരുപാട് കടം വരികയും ചെയ്തു. ഈ കടമെല്ലാം വീട്ടുന്നതിനും അതുപോലെ തന്നെ ഭാര്യ അയച്ചു കൊടുത്ത പണം എവിടെയെന്നുള്ളതിന്റെ ചോദ്യത്തിനൊരു ഉത്തരവുമായി ആണ് ഈ മോഷണം നടത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരം. അതായത് ഇയാൾ ഈ മോഷണശേഷം വീട്ടിലേക്ക് തന്നെയാണ് എത്തിയത്. ഇയാളുടെ സ്വന്തം ബൈക്കിൽ തന്നെയാണ് ഇയാൾ മോഷണം നടത്തിയത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇയാൾക്ക് ബൈക്കും മറ്റൊരു കാറും ഇയാളുടെ വീട്ടിലുണ്ട്. ഇയാളുടെ TVS എൻടോർക്ക് എന്ന് പറയുന്ന സ്കൂട്ടറിലാണ് ഇയാൾ മോഷണം നടത്തിയത്. ഈ സ്കൂട്ടർ മോഷണശേഷം പിന്നീട് ഇന്ന് വരേക്കും പുറത്തേക്ക് ഇറക്കിയിട്ടില്ല. ഈ ഒരു സ്കൂട്ടർ തന്നെയാണ് ഇതിൽ ഏറ്റവും വലിയൊരു വഴിത്തിരിവായത്. അതായത് ഈ സ്കൂട്ടറുള്ള ആളുകളെ സംബന്ധിച്ചുള്ള അന്വേഷണം ആദ്യഘട്ടത്തിൽ നടത്തി. അതിനോടൊപ്പം തന്നെ ഇന്ന് വെളുപ്പിന് പോലീസിന് മനസ്സിലായി, അതായത് ഈ ചാലക്കുടി പരിസര പ്രദേശങ്ങളിലുള്ള ആൾ തന്നെയാണ് പ്രതി. മലയാളിയാണ്. അതുപോലെ തന്നെ പ്രതിക്ക് പൂർണ്ണമായും ഇത്രയധികം പണം മോഷ്ടിക്കുക അല്ലെങ്കിൽ ക്രിമിനൽ പശ്ചാത്തലം ഉള്ള ഒരാളല്ല എന്നുള്ള കൃത്യമായ വിവരം പോലീസിന് ലഭിച്ചു. അങ്ങനെ ആ പരിസരത്ത് ഈ CCTV ദൃശ്യങ്ങളിൽ നിന്ന് നോക്കിയപ്പോൾ പേരാമ്പ്ര കടന്ന് വാഹനം പോയിട്ടില്ല എന്നുള്ളതാണ് പോലീസിന് മനസ്സിലാക്കാൻ സാധിച്ചത്. അങ്ങനെ ഈ CCTV ദൃശ്യങ്ങളിൽ ഉണ്ടായിരുന്ന ആ ഒരു മേഖലകളിലെല്ലാം തന്നെ തുടർച്ചയായി കൃത്യമായി ഉണ്ടായിരുന്ന മൊബൈൽ ഫോണുകൾ എല്ലാം തന്നെ പരിശോധിക്കുകയാണ് ഉണ്ടായത്. അതൊരു വലിയ പ്രോസസ്സായിരുന്നു. അതായത് ലക്ഷക്കണക്കിന് ആളുകൾ ഉള്ള ഒരിടത്ത് കൃത്യമായി ഈ CCTV ദൃശ്യങ്ങളിൽ നിന്ന്, അതായത് പ്രതി സഞ്ചരിച്ചു എന്ന് മനസ്സിലാകുന്ന ഈ പാതയിലൂടെ സഞ്ചരിച്ച ഒരു മൊബൈൽ നമ്പർ ട്രാക്ക് ചെയ്യുകയായിരുന്നു പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ വെല്ലുവിളി. ആ വെല്ലുവിളി കൃത്യമായി കേരള പോലീസിന്റെ പിന്തുടർന്ന ഒരു പോലീസ് സംവിധാനത്തിന് ചെല്ലാൻ കഴിയുന്ന എല്ലാ കാര്യങ്ങളും അവശേഷിപ്പിച്ചുകൊണ്ടാണ് ഈ കൊള്ള നടത്തിയത് പ്രതി എന്നുള്ളതാണ് നമുക്ക് വ്യക്തമാകുന്നത്. റിജോ ആന്റണി, ചാലക്കുടി സ്വദേശി റിജോ ആന്റണിയാണ് ഈ പ്രതി എന്നുള്ളതാണ്.